ആഫ്റ്റർ എ ലോങ് ടൈം ഐ എം അഗെയിൻ ബാക്ക്. ഈ ഒരു ചാനലിലെ വീഡിയോസ് കാണുന്ന ആൾക്കാർ മിക്ക ടൈമിലും എന്റെ വീഡിയോസ് വരുമ്പോൾ ഐ എം ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു 100 തവണ വീഡിയോസ് ഞാൻ ഇപ്പൊ തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ മോസ്റ്റ് ഓഫ് ദി ടൈമിലും അത്യാവശ്യം നല്ല ഗ്യാപ്പ് എടുത്തിട്ടാണ് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പം 365 days 1 crore ചലഞ്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ 365 days ഡോക്യുമെന്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതിനകത്ത് ഓൾമോസ്റ്റ് ഇപ്പം 4 to 5 months ആയിട്ടുണ്ട് ആ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട്. ആൻഡ് 65 66 67 ആ ഒരു റേഞ്ചിൽ മാത്രമാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു 2 monthsലേക്കുള്ള വീഡിയോസ്, ഒരു 2 months ആയത് 60 daysലേക്കുള്ള വീഡിയോസ് മാത്രമാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. 3 monthsന്റെ വീഡിയോസ് ഇനിയും കിടക്കുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലാരിറ്റി നിങ്ങൾക്ക് തരണം. വളരെ പെട്ടെന്ന് ഞാൻ തീർക്കാം എന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കുക. കാരണം എനിക്ക് സമയമില്ല. ഞാൻ ഇല്ലാത്ത സമയത്താണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയും റെക്കോർഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ ഒരു 365 days 1 crore ചലഞ്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യത്തില്ല. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ 365 ദിവസവും എനിക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു റിയാലിറ്റി ഞാൻ മനസ്സിലാക്കി അത് ഓപ്പൺ ആയിട്ട് തന്നെ പറയാണ്. കാരണം ഒത്തിരി ആൾക്കാർ ഇത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആക്ച്വലി ഇപ്പോൾ ഈ ഒരു ഡോക്യുമെന്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം, ഈ ഒരു കോണ്ടന്റ് എനിക്ക് ഡിസ്ട്രാക്ഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഓരോ ദിവസവും ഓരോ പരിപാടിക്ക് ഇരിക്കുന്ന സമയത്ത് ആലോചിക്കും, വീഡിയോ ഇട്ടില്ലല്ലോ. പിന്നെ നമ്മുടെ തോട്ട് അതിനകത്തോട്ടാ പോകുന്നത്. വീഡിയോ എടുക്കണം, വീഡിയോ എങ്ങനെ കവറപ്പ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള തോട്ടാ. പിന്നെ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദിസ് ഇസ് ആക്ച്വലി ഡിസ്ട്രാക്ഷൻ. കാരണം എന്നെ ബാക്കിയുള്ള കാര്യങ്ങളിൽ എനിക്ക് ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല ഇതിന്റെ കാര്യം ആലോചിച്ചിട്ട്. സോ 365 days 1 crore സീരീസ് ഡോക്യുമെന്റിംഗ് ഞാൻ സ്റ്റോപ്പ് ചെയ്യത്തില്ല. മോസ്റ്റ് പ്രോബബ്ലി വീക്ക്ലി 1 വീഡിയോ മാത്രമായിരിക്കും ഈ ഒരു സീരീസിന്റെ ബേസിസിൽ ഉണ്ടാവാൻ പോകുന്നത്. ഐ തിങ്ക് നമ്മൾ നവംബറിലല്ലേ സ്റ്റാർട്ട് ചെയ്തത്, നവംബർ ഒരു ഡിസംബറിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിഹൗ ഈ വരുന്ന നവംബർ വരെ സീരീസ് കണ്ടിന്യൂ തന്നെ ചെയ്തു പോകും. പ്രോപ്പർ ആയിട്ട് 365 days തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും. പക്ഷെ ഡെയിലി വീഡിയോസ് ഉണ്ടായിരിക്കത്തില്ല, ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വീഡിയോസ് ഉണ്ടായിരിക്കത്തില്ല. വീക്ക്ലി വൺസ് വന്നാൽ വന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ. ബാക്കിയുള്ള മാക്സിമം കോണ്ടന്റ്സ് എനിക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ കോണ്ടന്റ്സ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു സീരീസ് കിടക്കുന്നതുകൊണ്ട് എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ, ഞാനൊരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പം അതെല്ലാം ഈ ഒരു സീരീസിന്റെ പേരിലാണ് ഡെലിവർ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സീരീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റത്തില്ല. ആ നേരം കൊണ്ട് ഞാൻ ആലോചിക്കുന്നത് ഈ സീരീസിന് വീഡിയോ എടുത്താലെന്ന്. അപ്പം അങ്ങനെ കുറെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ഒഴിവാക്കാനായിട്ടാണ് ഡെയിലി വീഡിയോ, ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെ വീഡിയോസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് വീക്ക്ലി വൺസ് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ഡു ദാറ്റ്. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. പിന്നെ യൂട്യൂബിലേക്കും കുറച്ച് നല്ല നല്ല വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സീരീസ് ബേസിസിലല്ല. നിങ്ങൾ ഇതൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ വാല്യൂ എന്ന് പറയുന്ന സമയത്ത് ഈ 365 ദിവസം ഞാൻ എന്ത് വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? അതൊന്നും എന്നെ കൂടെ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഇതിന് വേണ്ടിയിട്ട് കോണ്ടന്റ് അന്വേഷിക്കാനും കോണ്ടന്റ് റിസർച്ച് ചെയ്യാനും ഇരിക്കാനൊരു ടൈമില്ല. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ സ്റ്റുഡിയോ സെറ്റപ്പ് എല്ലാം കുറച്ച് ചേഞ്ച് ചെയ്തു. നല്ല നല്ല വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ടുള്ള സെറ്റപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ യാ, ദിസ് ഈസ് ദ ന്യൂ സെറ്റപ്പ്. അത് കുറച്ചുകൂടെ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് മേ ബി നെക്സ്റ്റ് വീഡിയോ തൊട്ട് നിങ്ങൾക്ക് ആ ഒരു സെറ്റപ്പിൽ വീഡിയോസ് ചെയ്യാനായിട്ട് നോക്കാം. ഇനി ഇത് എവിടെ വെച്ച് ഡ്രോപ്പ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം പല ആൾക്കാരും വീഡിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്ന കാര്യം, നിങ്ങൾ എല്ലാവരും വീഡിയോ കാണാനായിട്ട് നോക്കിയിരിക്കുക, അല്ലാതെ നിങ്ങളൊന്നും ഒരു കാര്യം ചെയ്യുന്നില്ല. ഓക്കെ, കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഫസ്റ്റ് 365 days സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ പല ആൾക്കാരോടും ചെയ്ത് ഞാൻ മാക്സിമം പ്രൊമോട്ട് ചെയ്തു. എനിക്ക് പറഞ്ഞു തരാനല്ലാതെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈ കൊണ്ടുവന്ന് പിടിപ്പിച്ച് റെക്കോർഡ് ചെയ്യിപ്പിച്ച് എഡിറ്റ് ചെയ്യിപ്പിച്ചിടാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ പഠിച്ച കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റൂ. അത് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ അന്ന് പറഞ്ഞു, ഞാൻ വീഡിയോസ് ചെയ്യുന്ന കണ്ടിട്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ആൻഡ് അവര് സക്സസ്ഫുൾ ആയിട്ട് വീഡിയോസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. റീച്ച് ആയിട്ടുള്ള ചാനൽ പേജസ് ഉണ്ട് അതിനകത്ത്. അതാണ് എന്നെ സംബന്ധിച്ച് യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. സോ അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ പിന്നെ റിസർച്ച് ചെയ്യാം. വേണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കാണിക്കാം. കുറെ ആൾക്കാരുടെ കൂട്ടി വെറുതെ വായി നോക്കി ഇരിക്കുകയല്ലായിരുന്നു അവര്. എന്റെ ബോധം കൊണ്ട് വായി നോക്കി ഇരിക്കില്ലായിരുന്നു. അവരവരുടെ കാര്യങ്ങൾ കണ്ടു ചെയ്തു. ഞാൻ പറയുന്നത് എന്ത് അത് അവർ ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ ബാക്കിയുള്ളവരുടെ കൂട്ടം ഞാൻ ആക്ച്വലി നിങ്ങളെ നെഗറ്റിവിറ്റി കുത്തിനിറയ്ക്കുക. നിങ്ങൾ അത് പോസിറ്റിവിറ്റിയിലോട്ട് കൊണ്ടുവരാൻ നോക്ക്. സോ ദാറ്റ്സ് ഇറ്റ്. കുറെ പരിപാടികൾ എനിക്ക് ഒതുക്കി തീർക്കാനായിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഒരു 3 to 4 days തന്നെ തിരിച്ചു വരും. സോ അന്നേരം കാണാം. ബൈ.